നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇസ്രയേലാണ് തുടങ്ങി വെച്ചതെങ്കിലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് സൂചന. ഹോർമോസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ 5 ദിവസത്തെ സമയപരിധി അവസാനിക്കാനിരിക്കെ ചർച്ചകളിൽ പുരോഗതിയില്ലാത്തത് വളരെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം കരാർ ആയില്ലെങ്കിൽ തങ്ങൾ ബോംബിടുന്നത് തുടരും എന്നാണ് ട്രംപ് ഈ ആഴ്ച ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ആ സമയപരിധിയാണ് ഇപ്പോൾ ഇന്ന് അവസാനിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങൾക്ക് മാത്രം ഇളവ് നൽകിക്കൊണ്ട് ഇറാൻ ഉപരോധം തുടരുന്നത് അമേരിക്കയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാന് അന്തിമ പ്രഹരം നൽകാനുള്ള സൈനിക നീക്കങ്ങൾക്ക് പെൻറ്റഗൺ തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാനും വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ യുദ്ധം മുൻകൂട്ടി തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ഇറാൻ തങ്ങളുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും അതുപോലെ മിസൈലുകളും ബാലിസ്റ്റിക് ക്രൂയിസാലും എല്ലാം കൃത്യമായ ഇടങ്ങളിലേക്ക് മാറ്റി ഇപ്പോൾ ഇനി ഒരു ടാർഗറ്റ് അല്ല, പകരം പല ഇടങ്ങളിൽ നിന്നാണ് ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് യുദ്ധസഹായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 12 കുറച്ചു. അതായത് 12 വയസ്സ് കഴിഞ്ഞ ആർക്ക്, ഏത് കുട്ടികളാണെങ്കിലും 12 കഴിഞ്ഞാൽ ഇറാൻ്റെ യുദ്ധസഹായ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം എന്നതാണ് അതിൻ്റെ പുതിയ ഒരു നിയമം. ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ ഇൻ്റർനാഷണൽ ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. പെട്രോളിംഗ്, ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി, ലോജിസ്റ്റിക്സ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനായി ഫോർ ഇറാൻ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയിലേക്കാണ് ഇപ്പോൾ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത്. കുട്ടികൾ ഈ രംഗത്തേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രായപരിധി 12 കുറച്ചതെന്നും ടെഹ്റാനിലെ റവല്യൂഷണറി ഗാർഡ്സ് സാംസ്കാരിക വിഭാഗം ഉദ്യോഗസ്ഥനായ റഹീം നദാലി പറഞ്ഞു. 12ഉം 13ഉം വയസ്സുള്ള കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി മുതൽ യുദ്ധസഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാം. എന്നാൽ സൈനിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഉപയോഗിക്കുന്നത് വിലക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശ ഉടമ്പടി കോൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ദി ചൈൽഡ് ഇറാൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ഉടമ്പടിയുടെ ലംഘനമാണ് പുതിയ നീക്കമെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ യുദ്ധസഹായ പ്രവർത്തനങ്ങൾക്ക് ആളെ തികയാതെ വരികയാണെങ്കിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്താനാണ്, 12 വയസ്സ് പിന്നിട്ടവരെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഒരു കരയുദ്ധാക്രമണം ഉണ്ടായാൽ, ഒരുപാട് നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ ഉണ്ടായാൽ അതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് ഇറാൻ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു ശ്രദ്ധേയമായ കാര്യം, ട്രംപ് ഒരു 2 ദിവസത്തിനകം യുദ്ധം വിജയിച്ചു വരാം എന്ന് പറഞ്ഞാണ് ഈ യുദ്ധം തുടങ്ങിയത്. ഇതിനിടയിൽ പലതവണ ട്രംപ് പറഞ്ഞു, നമ്മൾ പൂർത്തീകരിച്ചു, വിജയിച്ചു കഴിഞ്ഞു, അമേരിക്ക വിജയിച്ചു കഴിഞ്ഞു, ഇറാൻ ഇനി അനങ്ങത്തില്ല, ഇറാനെ പഞ്ഞിക്കിട്ടു, ഇനി രക്ഷയില്ല എന്ന് പലതവണ ട്രംപ് പറഞ്ഞു. നമ്മുടെ യുദ്ധം പൂർത്തിയായി, നമ്മുടെ ലക്ഷ്യം സാധിച്ചു, നമ്മൾ വിജയിച്ചു എന്ന്. പിന്നെ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഒരു കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നത്? ട്രംപ് ഇങ്ങനെ അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ ഇന്നലെ തന്നെ അമേരിക്കയിൽ ടെക്സസിലുണ്ടായ ഒരു എണ്ണ റിഫൈനറി കേന്ദ്രത്തിന് ഉണ്ടായ പൊട്ടിത്തെറി അത് ഇറാൻ നടത്തിയതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അഭിപ്രായം അമേരിക്കയുടെ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. തിരിച്ചു പോകാനും വയ്യാത്ത വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അമേരിക്ക പോകുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച് ഒരു ഇടനിലക്കാരനാക്കി ഇറാനെ വരുതിക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ യുദ്ധം നടത്താനുള്ള ഒരു ശ്രമവും ഈ ട്രംപ് നടത്തി. പാകിസ്ഥാൻ വഴി 15 ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വച്ചെങ്കിലും ഇറാൻ അത് ഗൗരവമായി എടുക്കുന്നില്ല എന്നാണ് സൂചന. ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം ഉണ്ടായതാണ് ഇറാൻ്റെ വിമുഖതയ്ക്ക് കാരണം. സൈന്യത്തെ വിന്യസിക്കാൻ സമയം കണ്ടെത്താൻ വേണ്ടിയാണ് ട്രംപ് വെടിനിർത്തൽ ചർച്ചകൾ ഉപയോഗിക്കുന്നതെന്ന് ടെഹ്റാൻ ഭയപ്പെടുന്നു. മാത്രമല്ല അതുതന്നെയാണ് അതിൻ്റെ ശരി. കാരണം അന്ന് തന്നെ 3ാം ഘട്ട ചർച്ച ഇനി ഉടനെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കുകയാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞുള്ള 3ാം ഘട്ട ചർച്ച. ഈ 2 ആഴ്ച സമയം കൊണ്ടാണ് അവിടെ നിന്നും നമ്മുടെ ഇബ്രാഹിം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഈ ഇറാൻ്റെ തീരത്തോട്ട് അടുക്കാനുള്ള ഒരു സമയമാണ് ട്രംപ് അത് ഉപയോഗിച്ചത്. അപ്പോൾ ഇതുപോലെ ഈ സമാധാനത്തിൻ്റെ പേര് പറയുകയും ചെയ്യും. അതിന് ഉള്ളിൽ ഒരു ദിവസത്തിനുള്ളിൽ തങ്ങളുടെ യുദ്ധ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ട്രംപ് ഇതിനുപയോഗിക്കുന്നത്. എന്നാൽ സമയം അതിവേഗം അവസാനിക്കുകയാണെന്നും ഇനി തിരിച്ചുപോക്കില്ലെന്നും ട്രംപ് വ്യാഴാഴ്ചയും മുന്നറിയിപ്പ് നൽകി.
ശനിയാഴ്ച നിർണായകമായ, അതായത് ഈ മാർച്ച് 28 നാളെ നിർണായകമായ ഒരു സൈനിക നീക്കത്തിന് ലോകം സാക്ഷ്യം വഹിച്ചേക്കുമെന്ന ഗൾഫ് മേഖലയിലെ വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. കരയുദ്ധത്തിനുള്ള സാധ്യതകൾ വൈറ്റ് ഹൗസ് തള്ളിക്കളയുന്നില്ല. ആക്സിയോസ് റിപ്പോർട്ട് പ്രകാരം 4 പ്രധാന സൈനിക നീക്കങ്ങളാണ് US ആലോചിക്കുന്നത്. ഒന്ന്, ഇറാന്റെ സാമ്പത്തിക ജീവനാഡിയായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക. 2, ഹോർമോസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഉറപ്പാക്കാൻ ലാറക് ദ്വീപ് ആക്രമിക്കുക. 3, തന്ത്രപ്രധാനമായ അബു മൂസ ഉൾപ്പെടെയുള്ള 3 ദ്വീപുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. 4, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ സുരക്ഷാ സാമഗ്രികൾ പിടിച്ചെടുക്കാൻ കരയുദ്ധം നടത്തുക. ഇറാന്റെ ആകെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാർഗ് ദ്വീപ് വഴിയാണ്. 2024 ഏകദേശം $78 ബില്യൺ ഇതിലൂടെ ഇറാൻ സമ്പാദിച്ചത്. ഈ വരുമാനം തടയുന്നതിലൂടെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാനാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇറാൻ ഖാർഗ് ദ്വീപിൻ്റെ ഒരു കോട്ടയായി മാറ്റിയിരിക്കുകയാണ്. ഈ ഖാർഗ് ദ്വീപിലെയാണ് പിടിച്ചടക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. US സൈന്യം ഇറങ്ങാൻ സാധ്യതയുള്ള തീരങ്ങളിൽ കുഴിബോംബുകൾ വിന്യസിക്കുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഇറാൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ദ്വീപ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ആയിരക്കണക്കിന് പുതിയ മറൈനുകളും പാറച്ചൂട്ട് ഭടന്മാരെയും US മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു കഴിഞ്ഞു. ഏകദേശം 4500 സൈനികരുമായി USS ട്രിപ്പോളി, USS ബോക്സർ എന്നീ യുദ്ധക്കപ്പലുകൾ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കൂടാതെ 82ാം എയർബോൺ ഡിവിഷനിലെ 2000 സൈനികരും ഈ മേഖലയിലെത്തിയിട്ടുണ്ട്. ആകെ ഇതോടെ 7000-ഓളം പുതിയ സൈനികർ യുദ്ധസജ്ജരായി കഴിഞ്ഞു. ഇതൊരു വലിയ കരയുദ്ധത്തിൻ്റെ സൂചനയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. എങ്കിലും പരിമിതമായ ലക്ഷ്യങ്ങളുള്ള മിന്നൽ നീക്കങ്ങളായിരിക്കും ട്രംപ് നടത്തുകയെന്നും ചിലർ കരുതുന്നു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ വരും ദിവസങ്ങളിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഏതായാലും അമേരിക്ക ഒരു കരയുദ്ധത്തിന് തയ്യാറെടുത്താലും ഇറാൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കുന്നും മലകളുമൊക്കെ വളരെ ഹൈറ്റിലുള്ള മലകളുമൊക്കെ ഇറാന് ഒരു സപ്പോർട്ടാകുന്ന രീതിയിലുള്ള പ്രകൃതിയാണ് ഇറാൻ്റെ ഉള്ളത്. അത് മാത്രമല്ല ഏറ്റവും വിസ്തൃതി കൂടിയ ഒരു രാജ്യവുമാണ്. അതുകൊണ്ട് തന്നെ കരയുദ്ധത്തിൽ ഇറങ്ങിയാലും അമേരിക്കയ്ക്ക് എത്രത്തോളം വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് നിർണായകമായ പല നീക്കങ്ങളും നമുക്കറിയാൻ കഴിയും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.